മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെടുന്ന മാത്തമാറ്റിക്സിൽ പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് 2024-25. അപ്പോൾ എന്താണ് ഒളിമ്പ്യാഡ് എക്സാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിൻ്റെ പല ആസ്പെക്റ്റുകൾ, അതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ, സിലബസുകൾ എല്ലാം നമ്മൾ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറയാം. നമ്മൾ ഒളിമ്പിക്സുകൾ എന്ന് കേട്ടിട്ടുണ്ട്. ഒളിമ്പിക്സിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്പോർട്സ് റിലേറ്റഡ് ഐറ്റംസ് നാഷണൽ ലെവലിൽ നിന്ന് പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ പോയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ പല രാജ്യങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് ഒളിമ്പിക്സ് എന്നുള്ളത്. വളരെ പ്രസ്റ്റീജിയസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന, എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആരാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു കോമ്പറ്റീഷൻ കൂടിയാണത്. അതുപോലെ തന്നെ നമ്മുടെ നോളജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മാത്തമാറ്റിക്സ് പോലെയുള്ള, സയൻസ് പോലെയുള്ള ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിൽ ഇൻ്റർനാഷണൽ ലെവലിൽ കോമ്പറ്റീഷൻ വരുന്ന, ഇൻ്റർനാഷണൽ ലെവലിൽ ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡ് എക്സാമുകൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഒളിമ്പ്യാഡ് എക്സാമുകൾ അത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് വെറുതെ നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു തീരെ നമ്മൾ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ അറ്റൻഡ് ചെയ്തുകൊണ്ട് കിട്ടുന്നതോ ആയിട്ടുള്ള ഒന്നല്ല. അപ്പോൾ ഇതിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ നടത്തണം. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഒളിമ്പ്യാഡ് എക്സാമുകൾ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസും ഓരോ സ്റ്റേജിൻ്റെ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു അപ്കമിങ് ഇയറിലോട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരാൻ നിൽക്കുന്നേ ഉള്ളൂ. എന്നാലും അതിൻ്റെ ഓൾ ഓവർ ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒളിമ്പ്യാഡ് പ്രോഗ്രാം ആക്ച്വലി ഡിഫറെൻറ്റ് സ്റ്റേജുകളിലായിട്ട് അറൗണ്ട് 6 സ്റ്റേജുകളിലായിട്ടാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് IOQM എന്ന് പറയും. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഒരു ഷെഡ്യൂളാണ്, പക്ഷേ എല്ലാ വർഷങ്ങളിലും ഈ സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകാറുള്ളത്. IOQM അഥവാ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ്, ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് വരുന്നത് RMO അഥവാ റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് എന്ന് പറയും. ദെൻ INM ഉണ്ട്, ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്. ദെൻ IMOTC ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ട്രെയിനിങ് ക്യാമ്പ്. ദെൻ PDC പ്രീ ഡിപ്പാർച്ചർ ക്യാമ്പ് ആൻഡ് IMO ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്. അപ്പോൾ ഇൻ്റർനാഷണലി നടക്കുന്ന ഈ ഒരു കോമ്പറ്റീഷൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു 5 സ്റ്റേജസ് വരാനുണ്ട്. ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഓരോ സ്റ്റേജിൻ്റെയും സ്പെഷ്യാലിറ്റി എന്താണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ മാത്തമാറ്റിക്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും ഇതിലോട്ട് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നിങ്ങളതിന് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെപ്പോലെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേജുകളും എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് അഥവാ IOQM ആണ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ദ IOQM ഈസ് കണ്ടക്റ്റഡ് ബൈ ദി മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അത് ആരാണ് ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള IOQM കണ്ടക്ട് ചെയ്യുന്നത്. മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ IOQM വിൽ ബി അനൗൺസ്ഡ് ഇൻ ജൂൺ 2024 ഓൺ ദ MTA വെബ്സൈറ്റ്. ഓക്കെ, ഇതാണ് MTAയുടെ വെബ്സൈറ്റ്. നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. വന്ന ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്കമിംഗ് ആയിട്ടുള്ള എന്തൊക്കെയാണ് വരിക അല്ലെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ പറ്റും. www.mtai.org.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ മതി. ഓക്കെ, IOQMൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ. ഇനി എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? ഇതിൻ്റെ ഡേറ്റ് സെപ്റ്റംബർ 8 വരുന്നത്. 2024 സെപ്റ്റംബർ 8 IOQMൻ്റെ ഡേറ്റ് വരുന്നത്. ടൈം വരുന്നത് 10 AM to 1 PM ആണ്. അഥവാ ഇന്ത്യൻ ടൈം 10 to 13 അഥവാ 10 AM to 1 PM ആണ് എക്സാമിൻ്റെ ടൈം വരിക. അപ്പോൾ ടോട്ടൽ 3 hours ആണ് ഡ്യൂറേഷൻ ഉള്ളത്. 100 മാർക്സിനാണ് ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു എക്സാം പോലെയുള്ള സംഭവം നടക്കുക. ഓക്കെ, IOQM നടക്കുക 100 മാർക്സിനാണ്. ഇനി അതിൻ്റെ സ്ട്രക്ചർ, ദ ആൻസർ ടു ഈച്ച് ക്വസ്റ്റ്യൻ ഈസ് ആൻ ഇൻറ്റിജർ ഇൻ ദ റേഞ്ച് 0 to 99. അതായത് അതിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 99 വരെയുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, വളരെ വെറൈറ്റി ആണല്ലേ. എങ്ങനെ ഡെസിമൽ വാല്യൂസോ ഫ്രാക്ഷൻസോ ഒന്നും വരില്ല. 0 മുതൽ 99 വരെയുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആൻസറാണ് അതിനുണ്ടായിരിക്കുക. ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വളരെ സിമ്പിൾ ആയിരിക്കുമല്ലോ എന്ന്. നമുക്ക് നോക്കാം, ബാക്കിയുള്ള കൂടി നോക്കാം. OMR ബേസ്ഡ് എക്സാമുമാണ്. ഓക്കെ, OMR ബേസ്ഡ് എക്സാമാണ്. ഇനി ഇവിടെ പറയുന്നുണ്ട് കോമ്പോസിഷൻ ഓഫ് ദി പേപ്പർ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ്. 10 questions of 2 marks, 10 questions of 3 marks and 10 questions of 5 marks. എന്ന് വെച്ചാൽ 30 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഈ 30 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 3 hours വന്നിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ക്വസ്റ്റ്യന് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. കാരണം ഡെഫിനറ്റ്ലി ഇതൊരു അത്യാവശ്യം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിന് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഓരോ കാറ്റഗറിയുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2 മാർക്സിന് 10 ക്വസ്റ്റ്യൻ, 3 മാർക്സിന് 10 ക്വസ്റ്റ്യൻ ആൻഡ് 5 മാർക്സിന് 10 ക്വസ്റ്റ്യൻ. ഓക്കെ, ദ IOQM ക്വസ്റ്റ്യൻസ് പേപ്പർ വിൽ ബി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഓക്കെ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും. റെഡി? അപ്പോൾ ഇതാണ് സ്റ്റേജ് 1 ആയിട്ടുള്ള IOQM കുറിച്ച് പറയാനുള്ളത്. ഈ സ്റ്റേജ് 2 വരികയാണെങ്കിൽ റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡ് അഥവാ RMO ആണ് സ്റ്റേജ് 2 ആയിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റേജ് 2 November 3rd, 2024 സ്റ്റേജ് 2 നടക്കുന്നത്. ടൈം 13 to 16 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1 PM to അതുപോലെ തന്നെ 4 PM വരെയാണ് അതിൻ്റെ ടൈം ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ 3 hours തന്നെയാണ് അതിൻ്റെയും ഡ്യൂറേഷൻ ഉള്ളത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 6 ആണ്. ശ്രദ്ധിക്കണം, 3 hours 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റിന് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അത്രയും ടൈമിൽ സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈച്ച് ക്വസ്റ്റ്യൻ റിക്വയർസ് റൈറ്റിംഗ് ഡീറ്റെയിൽഡ് പ്രൂഫ്. ഓക്കെ, OMR ബേസ്ഡ് അല്ല, നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതിയിട്ടുള്ള ആ റൈറ്റിംഗ് സ്കില്ലുകളും കൂടെ അവിടെ കാണണം. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവ്. കാരണം നിങ്ങൾ അത്രയും എഴുതാനുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു വരുന്നത്. ദ RMOs ആർ ഓഫേർഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആൻഡ് അതർ റീജിയണൽ ലാംഗ്വേജസ് ആസ് ഡീംഡ് അപ്രോപ്രിയേറ്റ് ബൈ ദി റെസ്പെക്റ്റീവ് റീജിയണൽ കോർഡിനേറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ യൂഷ്വലി ഹിന്ദിയാണ് ഇംഗ്ലീഷാണ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. നമ്മളെന്തായാലും മലയാളീസ് എല്ലാവരും പൊതുവേ ഇംഗ്ലീഷ് തന്നെയാണ് ചൂസ് ചെയ്യുക. ഇനി മറ്റ് കുറച്ച് ലാംഗ്വേജസും കൂടി വരാറുണ്ട് ആ ടൈമിൽ. അത് നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, യെസ്. സോ ഇതാണ് സ്റ്റേജ് 2 കുറിച്ച് പറയാനുള്ളത്. ഇനി സ്റ്റേജ് 3 വരികയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡ് INMO ആണ് സ്റ്റേജ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 6 ആണ്. ഡേറ്റ് January 19, 2025 ആണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്. ടൈം 12 PM to 4:30 PM ആണ്. അഥവാ 12 to 16:30 എന്ന് പറഞ്ഞാൽ 4:30. ഓക്കെ, ഇന്ത്യൻ ടൈം 4:30 ആണ്. എന്ന് വെച്ചാൽ ഒരു 4.5 hours അവിടെ ടൈം ഉണ്ട്. 4.5 hours. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ റിക്വയർസ് റൈറ്റിംഗ് ഡീറ്റെയിൽഡ് പ്രൂഫ്. എന്ന് വെച്ചാൽ അതിനും ഡിസ്ക്രിപ്റ്റീവായിട്ട് ആൻസർ എഴുതിയിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളെപ്പോഴും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ, എന്നിട്ട് എന്താ ഇതിനെ ഇങ്ങനെ ചോദിക്കുന്നത്? കാരണം ഇതൊരു ഡിഫറെൻറ്റ് രീതിയിലുള്ള നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റൽ ബേസ് ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. യൂഷ്വലി നമ്മുടെ കോമ്പറ്റീവ് എക്സാമുകളിലൊക്കെ ടൈം ലിമിറ്റഡ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ് അതിൻ്റെ ജനറൽ പാറ്റേൺ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി നിങ്ങളുടെ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ആ പ്രൂഫ് ഒക്കെ വെച്ച് എഴുതുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുമ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിന് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേജ് 3 വരുന്നത്. സ്റ്റേജ് 4 ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡ് ട്രെയിനിങ് ക്യാമ്പ് IMO TC ആണ്. ദ ടോപ്പ് സ്റ്റുഡൻസ് ഫ്രം ദി INMO അപ്രോക്സിമേറ്റ്ലി 65 ആർ ഇൻവൈറ്റഡ് ഫോർ ദി 4th സ്റ്റേജ് ഹെൽഡ് അറ്റ് ഹോമി ബാബ സെൻറ്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ HBCSC ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ ഫ്രം April to May. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ INMO ഉണ്ട്, ജാനുവരിയിൽ നടക്കുന്ന INMO, അതിൽ നിന്ന് ഒരു അപ്രോക്സിമേറ്റ്ലി 65 സ്റ്റുഡൻസിനെയാണ് ഈ ഒരു പ്രോഗ്രാമിലോട്ട് IMO TCയിലോട്ട് സെലക്ട് ചെയ്യുക. അവർക്ക് HBCSC എന്ന് പറയുന്ന ഹോമി ബാബ സെൻറ്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടോ ഇന്ത്യയിലുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വെച്ചിട്ട് April to May ഈ ഒരു പ്രോഗ്രാം, ആ ഒരു ഗ്യാപ്പിൻ്റെ അകത്താണ് ഈ ഒരു പ്രോഗ്രാം നടക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ വെക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു ക്യാമ്പ് അവിടെ വെച്ചിട്ട് നടക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റേജ് 4. ഇനി അറ്റ് ദിസ് ക്യാമ്പ് ഓറിയന്റേഷൻ ഈസ് പ്രൊവൈഡ് ടു സ്റ്റുഡൻസ് ഫോർ ദി ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡ് IMO. എന്ന് വെച്ചാൽ ഇതിന് നെക്സ്റ്റ് IMOയിലോട്ട് പോകുന്ന സമയത്ത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പിയാഡിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. ഓൺ ദ ബേസിസ് ഓഫ് ദി പെർഫോമൻസ് ഇൻ ദിസ് ടെസ്റ്റ് 6 സ്റ്റുഡൻസ് ആർ സെലക്ടഡ് ടു റെപ്രസെൻറ്റ് ഇന്ത്യ അറ്റ് IMO. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ക്യാമ്പിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ തരും, ട്രെയിനിങ് ഒക്കെ തരും. അപ്പോൾ അവിടെയുള്ള പെർഫോമൻസ് നോക്കിയിട്ട് 6 സ്റ്റുഡൻസിനെയാണ് നമ്മുടെ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്, ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് IMOക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും അത്. അതായത് യൂഷ്വലി നമ്മൾ ഒളിമ്പിക്സിലൊക്കെ ഓരോ ഐറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് 1-2 ആളുകൾ പോകുന്നു, അല്ലെങ്കിൽ ഒരു ടീമൊക്കെ പോകുന്നത് പോലെ നമ്മുടെ കൺട്രിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്, ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ മാത്തമാറ്റിക്സിലെ ഏറ്റവും ടാലൻറ്റഡ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ 6 സ്റ്റുഡൻസ് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളതാണ്. റെഡി? ഇനി സ്റ്റേജ് 5 പ്രീ ഡിപ്പാർച്ചർ ക്യാമ്പാണ്. ഓക്കെ, ഡിപ്പാർച്ചർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ക്യാമ്പ് PDC എന്ന് പറയും. ദ സെലക്ടഡ് ടീം അണ്ടർഗോസ് എ റിഗ്രസ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ അബൌട്ട് 8 to 10 days അറ്റ് HBCSC പ്രയർ ടു ഇറ്റ്സ് ഡിപ്പാർച്ചർ ഫോർ ദ IMO.
അതായത് നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ഒരു ക്യാമ്പിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 6 സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്ക് നമ്മുടെ കൺട്രിയെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഇവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് നമ്മുടെ കൺട്രിയുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്ന ആ സ്റ്റുഡൻസിനെ 8 to 10 ഡേയ്സിൽ പ്രീ ഡിപ്പാർച്ചർ ക്യാമ്പ്, നിങ്ങൾ IMOക്ക് പോകുന്നതിന് മുമ്പ്, ഇൻ്റർനാഷണലി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് 8 to 10 ഡേയ്സ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അവിടെ പ്രിപ്പയർ ചെയ്യേണ്ട, അങ്ങോട്ട് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന രീതിയിലുള്ള ക്യാമ്പ്, ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരിക്കും. അതാണ് പ്രീ ഡിപ്പാർച്ചർ ക്യാമ്പ് അഥവാ PDC എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് കാര്യമാണ് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് IMO. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. നിങ്ങൾ നമ്മുടെ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് മറ്റ് കൺട്രീസിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. ദ ഒളിമ്പ്യാഡ് പ്രോഗ്രാം കൾമിനേറ്റ്സ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ ദ IMO. ദ സ്റ്റുഡൻസ് ആർ അക്കമ്പനീഡ് ബൈ 4 ടീച്ചേഴ്സ് ഓർ മെൻറ്റേഴ്സ്. നിങ്ങൾ അക്കമ്പനി ചെയ്യാൻ, നിങ്ങളെ കൊണ്ടുപോകാനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ അക്കമ്പനി ചെയ്യാൻ ടീച്ചേഴ്സോ അല്ലെങ്കിൽ മെൻറ്റേഴ്സോ ആയിട്ടുള്ള 4 ആളുകളുണ്ടാവും. ഓക്കെ, ഈ 6 ആളുകൾക്ക് അക്കമ്പനി ചെയ്യാൻ 4 ടീച്ചേഴ്സോ അല്ലെങ്കിൽ മെൻറ്റേഴ്സോ ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും എന്നതാണ്. സോ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. അതിൽ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാൻ, നിങ്ങൾ പിന്നെ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയി, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരാൻ ആളുകൾ ഉണ്ടായിരിക്കും എന്നതാണ്. റെഡി? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഒളിമ്പ്യാഡിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. ഓക്കെ, ഇത് 6th സ്റ്റേജാണ്, 5th അല്ല, ഇത് 6th സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജാണ്. ഇതിലോട്ട് എത്തുന്നതിന് മുന്നേ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IOQM ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IOQM ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ക്വയറീസ് റിഗാർഡിംഗ് IOQM മേ ബി സെൻഡ് ബൈ ഇമെയിൽ ടു mtaprmo@gmail.com ഓർ ആൾട്ടർനേറ്റീവ്ലി യു ക്യാൻ വിസിറ്റ് www.mtai.org.in. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിൽ ID എന്ത് ചെയ്യാൻ പറ്റും, മെയിൽ അയച്ചിട്ട് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്, ക്വയറീസ് വിൽ നോട്ട് ബി റിപ്ലൈഡ് ടു ഇൻഡിവിജ്വലി ബട്ട് വയ FAQ സെക്ഷൻ ഓൺ ദിസ് വെബ്സൈറ്റ്. അത് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് മെയിലിലൂടെ റിപ്ലൈ ചെയ്യല്ല ചെയ്യുക, അത് ജനറലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും കാണാം, ബാക്കിയുള്ളവർക്കും അതേ ക്വസ്റ്റ്യൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ അതേ ഡൗട്ട് ഉള്ളവർക്ക് അവർക്കും അതിന് സൊല്യൂഷൻ കിട്ടുമെന്നുള്ള രീതിയിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അഥവാ FAQ എന്ന് പറയുന്ന ആ വെബ്സൈറ്റിലുള്ള ആ ഒരു കാറ്റഗറിയിൽ എന്ത് ചെയ്യും, നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അവർ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എയിം IOQM ആണ്. ഓക്കെ, IOQM നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ, നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. സോ അത് ഒരു പക്ഷേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിരിക്കും, ഡെഫിനറ്റ്ലി അഡ്വാൻസ്ഡ് ആയിരിക്കും. പക്ഷേ നമ്മളതിന് ട്രെയിൻ ചെയ്തെടുത്താൽ, നമ്മളതിന് പ്രിപ്പയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടഫ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഒളിമ്പ്യാഡ്, മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൻ്റെ ഒരു ജനറൽ ഡീറ്റെയിൽസ്. ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെബ്സൈറ്റിലുള്ളതാണ്, ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വന്നേക്കാം. എനിവേ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മൾ അഗൈൻ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം സ്റ്റേ ട്യൂൺഡ്. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ എന്ത് ചെയ്യും, അതിന് ആൻസേഴ്സ് മാക്സിമം കാര്യങ്ങൾക്ക് ചാറ്റിന് ആൻസേഴ്സ് തരാൻ വേണ്ടി ട്രൈ ചെയ്യും. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ ഇതിന് ക്ലാസ്സുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അതായത് ജെനുവിനായിട്ട് IOQM പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മുടെ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുക, ഇന്റർനാഷണൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ അത് മിസ് ചെയ്യരുത്, നമ്മൾ ട്രൈ ചെയ്യുക. ഇത് ഒരു ലോങ് പ്രോസസ് ആണെങ്കിൽ പോലും നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓൾ ദി ബെസ്റ്റ് എവരി വൺ.